ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിഗ്നൂസ് കിച്ചൺ. ഇന്നത്തെ വീഡിയോ ചക്ക വയറ്റിയതാണ്. നമുക്ക് എങ്ങനെ ചക്ക വയറ്റി പ്രിസർവ് ചെയ്യാമെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. നമുക്ക് ചക്കയും ചക്കപ്പഴവും ഒക്കെ കിട്ടുന്നത് ഒരു സീസൺ ഉണ്ടല്ലേ, ഇപ്പോൾ മാർച്ച് മുതൽ ജൂൺ വരെ അങ്ങനെയൊക്കെ നമുക്ക് മാക്സിമം നമുക്ക് ചക്ക കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ചക്കപ്പഴം എങ്ങനെ നമുക്ക് പ്രിസർവ് ചെയ്തിട്ട് അതുകൊണ്ട് വെച്ചുള്ള വിഭവങ്ങൾ അതിനുശേഷം ചക്കയുടെ സീസൺ കഴിഞ്ഞാൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ചക്ക ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വരിക്ക ചക്കയാണ് ഞാൻ എടുത്തേക്കുന്നത്. നമുക്ക് കൂഴച്ചക്കയിൽ വേണമെങ്കിലും ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഇതേ മെത്തേഡ് തന്നെയാണ് അതിലുള്ളത്. ഇത് നമുക്ക് അപ്പോൾ ഡയറക്റ്റായിട്ട് വേണമെങ്കിലും ചക്ക വയറ്റാം. അതല്ല, ഈ ചക്ക നമ്മൾ ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം ഒന്ന് മിക്സിയിൽ ഗ്രേറ്റ് ചെയ്തിട്ടായാലും നമുക്ക് അത് വെച്ചിട്ടും ചക്ക വയറ്റി എടുക്കാം. പക്ഷേ നമുക്ക് നമ്മൾ ചക്ക അപ്പം ഉണ്ടാക്കുമ്പോഴോ അതല്ലെങ്കിൽ ചക്ക പായസം ഉണ്ടാക്കുമ്പോഴോ ചെറുതായിട്ട് നമുക്ക് അതിൻ്റെ പീസസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ചെയ്തെടുക്കുക. അതല്ല ഫൈൻ പേസ്റ്റ് പരുവത്തിലുള്ള ചക്ക ആണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം മിക്സിയിൽ. ഞാനപ്പോൾ ഇതൊന്ന് മിക്സിയിലൊന്നും ഗ്രേറ്റ് ചെയ്തെടുക്കുന്നില്ല. ഞാനിത് ഡയറക്റ്റായിട്ട് തന്നെ ശർക്കര പാനിയിലിട്ടിട്ട് വയറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു 150 ഗ്രാം ശർക്കരയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ് വെള്ളം കൂടെ ആഡ് ചെയ്ത് ഒന്ന് മെൽറ്റിപ്പിച്ചെടുക്കാം. അപ്പോൾ ശർക്കര നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇവിടെ ചക്ക വഴറ്റുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാൻ എടുത്തു. അതിലേക്ക് 1 ടീസ്പൂൺ ഗീ ആഡ് ചെയ്യുവാണ്. ജസ്റ്റ് ഒന്ന് മെൽറ്റിപ്പിച്ചെടുക്കുക. ഒന്ന് കട്ടിയായിട്ടാണ് ഗീ ഇരുന്നത്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന ചക്കയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊരു 200 ഗ്രാം ചക്ക വരും കേട്ടോ, അത്രയേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് ഗീയിൽ വഴറ്റിയെടുക്കുക. ഒരു 10-15 മിനിറ്റ് ഒന്ന് വഴറ്റുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചക്ക. അപ്പോൾ നിങ്ങൾ ഗ്രേറ്റ് ചെയ്ത് എടുക്കുവാണെങ്കിലും ഇതേപോലെ ഒന്ന് ഗീയിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് ഗീയിൽ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മെൽറ്റായിരുന്ന ശർക്കര പാനിയും കൂടെ ഞാൻ ആഡ് ചെയ്യുക. കുറേശ്ശെ ആഡ് ചെയ്യുന്നുള്ളൂ, ഒരുമിച്ച് ആഡ് ചെയ്യരുത്. ഒന്ന് തിക്കായി വരുമ്പോൾ നമ്മൾ വീണ്ടും പാനി ഒഴിച്ചു കൊടുത്താൽ മതി. ശർക്കര പാനിയിൽ വേണം ചക്ക നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടാനായിട്ട്. അതുകൊണ്ട് മൊത്തം ഒരുമിച്ച് ഒഴിക്കരുത്, കുറേശ്ശെ ആഡ് ചെയ്തതിനെ ഒന്ന് വഴറ്റ് ചെയ്തെടുക്കുക. നിങ്ങൾ മിക്സിയിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുവാണെങ്കിൽ ഇത്രയും ടൈം എടുക്കത്തില്ല കേട്ടോ. നമ്മൾ ഇപ്പം ഡയറക്റ്റായിട്ട് ചെയ്യുന്ന അത്രയും ടൈം ഗ്രേറ്റ് ചെയ്തെടുക്കുവാണെങ്കിൽ എടുക്കത്തില്ല. പക്ഷേ ഫൈൻ പേസ്റ്റ് മാതിരി ആയിരിക്കും കിട്ടുക. ചക്ക വഴറ്റുമ്പോഴത്തേക്കും നമ്മൾ കൈ എടുക്കാനേ പാടില്ല, ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. കാര്യം ശർക്കര കൂടി ആയതുകൊണ്ട് അത് പെട്ടെന്ന് പാനിലോ പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. കണ്ടോ, നല്ല വലിയ പീസസായിട്ട് ഇടുന്ന ചക്കയാണ്. അതൊന്ന് ശർക്കരയിൽ ഇപ്പം തന്നെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നപ്പോഴത്തേക്ക് അത് കുഞ്ഞു കുഞ്ഞു പീസസായിട്ടങ്ങ് ചുരുങ്ങി വരുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഗീയും കൂടെ ആഡ് ചെയ്യുവാണ്. ഇതിലേക്ക് വീണ്ടും കുറച്ച് ശർക്കര പാനിയും കൂടെ ആഡ് ചെയ്യുവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗീക്ക് പകരം വെളിച്ചെണ്ണ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നല്ല ഉരുക്ക് വെളിച്ചെണ്ണ തന്നെ എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആട്ട് വെളിച്ചെണ്ണയില്ലേ, ഒറിജിനലായിട്ടുള്ള ആട്ട് വെളിച്ചെണ്ണയിൽ ചെയ്തെടുത്താലും മതി. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ആഡ് ചെയ്യുവാണ്. ഒരു 5 ഏലക്ക ഷുഗറും കൂടെ മിക്സ് ചെയ്ത് ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിൽ പൊടിച്ചെടുത്താൽ മതിയേ. ചക്ക വഴറ്റുന്നതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. പക്ഷേ ഇത് നമ്മൾ കൈകൊണ്ട് വഴറ്റി എടുക്കുന്നതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. വഴറ്റിക്കൊണ്ടേ ഇരിക്കണം. ചക്ക ഫുള്ളായിട്ടൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ വഴറ്റിയെടുക്കാൻ കേട്ടോ. നമുക്ക് ഒത്തിരി നാൾ വെച്ചിരുന്ന ചക്ക അപ്പവും പായസമൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇതെൻ്റെ അമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ. അമ്മ ഇതേപോലെയാണ് പ്രിസർവ് ചെയ്ത് വെക്കുന്നത്. ചക്ക സീസൺ ആകുമ്പോഴത്തേക്കും വീട്ടിൽ ചക്ക ഉണ്ടാവും. അപ്പോൾ വരിക്ക ചക്ക ഇതേപോലെ ഇറുത്തൊക്കെ എടുത്ത് ഒത്തിരി ടൈം എടുക്കും. 2 ദിവസം കൊണ്ടാണ് ആളത് ചെയ്തെടുക്കുന്നത്.
ഒരു ദിവസം കൊണ്ട് ചക്കയൊക്കെ വൃത്തിയാക്കി അരിഞ്ഞൊക്കെ എടുത്ത് ഒന്ന് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചേക്കും. എന്നിട്ട് പിറ്റേ ദിവസം എടുത്ത് അത് ഇതേപോലെ ചെയ്തെടുക്കും. കാര്യം അത്രയും ടൈമും എടുക്കും നമുക്ക്. ക്ലീനിങ് എല്ലാം അത്രയ്ക്കും ടൈം, വലിയ ചക്കയോ 2 ചക്കയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ടൈമും എടുക്കും. അതേപോലെ നമ്മൾ ഇതിപ്പോൾ കുറച്ച് വരുള്ളൂ, ഒരു ചെറിയ ബൗളിന് വേണ്ടിയിട്ട് മാത്രമേ ഞാൻ ഈ എടുത്തത് വരത്തുള്ളൂ. നിങ്ങളൊരു 2 മീഡിയം സൈസ് ചക്കയൊക്കെ വരിക്ക ചക്കയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ടിന്നിൽ എടുക്കാൻ വേണ്ടിയിട്ടേക്കും മാത്രമേ വരത്തുള്ളൂ കേട്ടോ. കണ്ടോ, ഇപ്പോൾ ആ ചക്കയൊക്കെ നന്നായിട്ട് ചുരുങ്ങി ചെറിയ പീസസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് കുറച്ച് പോർഷൻ ശർക്കര പാനിയും കൂടി ഇരുന്നു, ഞാൻ അതും കൂടി ആഡ് ചെയ്തു. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിന് വേണ്ടിയിട്ട് ചുക്കും കൂടെ ആഡ് ചെയ്യുവാണ്. ചുക്ക് നമ്മൾ ചക്കവരട്ടിയിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന്. കണ്ടോ, ലാസ്റ്റ് വഴണ്ട് വരുമ്പോൾ പാകം നമുക്ക് എങ്ങനെ മനസ്സിലാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെ പാനിൽ നിന്ന് ഇളവി വരും, അതാണ് അതിൻ്റെ ലാസ്റ്റ് പാകം എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ചക്കവരട്ടി അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ലാസ്റ്റ് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ആഡ് ചെയ്യുവാണ്. ഒരു 1/4 ടീസ്പൂണിന് വേണ്ടി മാത്രമായിട്ട്, അത് വേണമെന്നില്ല, കാര്യം ആ ഒരു മണം അതിനകത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും അവസാനം കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ആഡ് ചെയ്യുന്നത്. ചക്കവരട്ടി അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ വേറൊരു ബൗളിലോട്ട് ഇത് സെറ്റ് ചെയ്യുകയാണ്. ഇങ്ങനെ വേറൊരു ബൗളിലോട്ട് സെറ്റ് ചെയ്തു. ഇത് കണ്ടോ, ഇങ്ങനെ നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടാൻ കണ്ട നമ്മൾ കയ്യിൽ വെച്ച് ഉരുട്ടി കഴിഞ്ഞാൽ നല്ല ബോൾ മാതിരി ഉരുണ്ട് വരും, അതാണ് അതിൻ്റെ പാകം കേട്ടോ. അപ്പോൾ ഇതൊന്ന് തണുത്തതിന് ശേഷം നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ബോട്ടിലിനകത്ത് വെച്ച് നന്നായിട്ട് അടച്ച് സൂക്ഷിക്കുക. അതും നമ്മൾ ഫ്രീസറിനകത്ത് വേണം ഇത് വെക്കാനായിട്ട്. അതിനുശേഷം ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം അതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ചക്ക വെച്ചിട്ടുള്ള ഇപ്പോൾ ചക്ക പായസമോ ചക്കപ്പ് അങ്ങനെ എന്ത് വേണം നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. നിങ്ങൾക്കപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.